ഹായ് എവരിവൺ. റെയിൽവേ ഗ്രൂപ്പ് ഡി 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ 7 people NO PQ R S and T ആർ സിറ്റിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഫേസിംഗ് നോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കൂ, സൈഡിൽ നമ്മൾ 7 എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതായത് 7 പേരാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അവിടെ 8 വെച്ചിരിക്കുന്നത്. പിന്നെ നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ നോർത്തിലേക്കുള്ള ഒരു സിമ്പലും കൂടി അവിടെ ഇട്ട് വെച്ചു. പിന്നെ അടുത്തത് എന്താണ്? ടി സിറ്റിംഗ് അറ്റ് വൺ ഓഫ് ദ എൻഡ്സ് ഓഫ് ദ ലൈൻ. ഏതോ ഒരു എൻഡിൽ അറ്റത്തിരിക്കുന്ന ആളാണ് ടി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് അത് കിട്ടിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ലൈനിലുള്ള ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അടുത്തതും കൂടി വായിച്ചു നോക്കാം. ഓൺലി 2 people ആർ സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ആർ. ആറിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 പേരാണ് ഇരിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള നമുക്ക് 3 പേരെ കിട്ടി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. 6 ആദ്യം വരച്ചു, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിട്ട് 2 പേരുണ്ട്. അപ്പൊ 3 പേരായിട്ടുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള 3 പേര്. അടുത്തത് എന്താണ്? പി സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ ആൻഡ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പി എന്ന് പറയുന്ന ആള് ആറിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലുമാണ്. പീനെ കുറിച്ച് തന്നെയാണ് ആൻഡ് എന്ന് പറയുന്നത്. പീനെ കുറിച്ചല്ലേ അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പി തന്നെയാണ്. പി ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എസ്. അതായത് എസിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിട്ട് വരുന്ന ആളാണ് പി. അപ്പൊ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് 2 വരെ വരച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെയാണ്? നമ്മളിത് പറഞ്ഞിട്ടുണ്ടല്ലോ 7 പേരാണ് ഇരിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൊത്തം 7 പേരെ തന്നെ നമുക്ക് എസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2 പേരും കൂടി ആയാലാണ് 7 പേരാണ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഈ 7 പേരുടെ സിറ്റിങ്ങിന്റെ കറക്റ്റ് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി. 5ാമത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അടുത്തത് പറഞ്ഞത് ക്യൂ ഈ സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഒ. അടുത്തത് വായിക്കൂ. ക്യൂ ഡസ് നോട്ട് സിറ്റ് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ് ഓഫ് ദ ലൈൻ. ക്യൂ ഒരിക്കലും എന്ത് ചെയ്യില്ല? എൻഡിൽ ഇരിക്കില്ല. ക്യൂ ഈ സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഒ. ഓന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ക്യൂ വരുന്നത് ആറിന്റെ തൊട്ടുപ്പുറത്ത് ഓ വന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഓന്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് ക്യൂ വന്നു കഴിഞ്ഞാൽ ക്യൂ എന്തായിട്ട് വരും? എക്സ്ട്രീം എൻഡിൽ വരും. പക്ഷെ അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് പറ്റില്ല. ഏറ്റവും എക്സ്ട്രീം റൈറ്റിൽ ഓ വരുന്നു, അതിന്റെ തൊട്ട് ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിട്ട് ക്യൂ വരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് നമ്മുടെ ലൈൻ എന്തായിരുന്നു? ടി സിറ്റിംഗ് അറ്റ് വൺ ഓഫ് ദ എൻഡ്സ് ഓഫ് ദ ലൈൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? എക്സ്ട്രീം ലെഫ്റ്റിൽ ടി എഴുതി. ബാക്കിയുള്ള ഒരാളാരാണ്? എൻ ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഞാനിപ്പോ പറയുമ്പോൾ ഭയങ്കര കൂടുതലും അല്ലെങ്കിൽ വലിയ എന്തൊരു സംഭവമായിട്ട് തോന്നും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് 1 or 2 പ്രാവശ്യം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഈസി ആവും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.